Good evening. Vishnu Mohan, good evening. Soumya Anushanti, good evening. Good afternoon. Nida, good afternoon. Okay, let's start. Yes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലേഷനാണ് നോക്കിയത്. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാചകത്തില് സബ്ജക്റ്റ് ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാചകത്തില് വെർബ് ഉണ്ടാവും. ആ വെർബും ആ സബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. There is a relationship, the subject used and the verb used. അപ്പോൾ അവിടെ എങ്ങനെയുള്ള വെർബുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ കുറച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുന്നോട്ട് വാചകങ്ങൾ പറയാം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു വാചകം എഴുതുക. A boy and a girl dash come here. A boy and a girl dash come here. And bracket has and have ഉണ്ട്. Has ഉണ്ട്, have ഉണ്ട്. യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ല് ചെയ്യാം. ലക്ഷ്മി മോഹൻ ഏതാണ് ആൻസർ കിട്ടിയത്? യെസ്, അതുകൂടി പറയാം. എ ബോയ് ആൻഡ് എ ഗേൾ ഡാഷ് കം ഹിയർ. യെസ്. ഓക്കെ. അനുശാന്തിക്ക് എന്ത് കിട്ടി? അവിടെ ഹാസ് കിട്ടി അല്ലേ? കറക്റ്റ് ആൻസർ ഹാസ് അല്ല, ഹാവ് ആണ്. എന്തുകൊണ്ടാണെന്നറിയാം? നോക്കിയേ, എ ബോയ് ഒരാൺകുട്ടി ആൻഡ് എ ഗേൾ ഒരു പെൺകുട്ടി. അപ്പൊ രണ്ടുപേരാകുമ്പോ പ്ലൂറലായി. പ്ലൂറലാകുമ്പോ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹാവ് ഉപയോഗിക്കണം. ഹാവ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹാവ് ആണ് കറക്റ്റ്. ഇങ്ങനെ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഹാവ് ആണ് കറക്റ്റ് ആൻസർ. എ ബോയ് ആൻഡ് എ ഗേൾ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറലാണ്, രണ്ടുപേരുണ്ട്. അടുത്തത് ബ്രെഡ്, BREAD, ബ്രെഡ് and butter, BUTTER, butter dash my favorite, FAVOURITE, favorite breakfast. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. bread and butter dash my favorite breakfast. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസുണ്ട്, ആറുണ്ട്. യെസ്, പൂരിപ്പിച്ചോളൂ. ആര്യ 6 പൂരിപ്പിച്ചിട്ടുണ്ട്.
സൗമ്യ എന്താ പൂരിപ്പിച്ചേക്കട്ടെ? അനു ഈസാണ്, സൗമ്യ ആറാണ് അല്ലെ? യെസ്. അപ്പോ 6 എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെഡും ഉണ്ട് ബട്ടറും ഉണ്ട്. അപ്പൊ 2 ഐറ്റം ആയില്ലേ? ബ്രെഡ് ഒന്ന് ബട്ടർ ഒന്ന്. അപ്പൊ 2 ഐറ്റം വരുമ്പോൾ പ്ലൂറലായി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് 6 നിങ്ങളോട് ഉപയോഗിച്ചത്. പക്ഷേ കാര്യശീലി 2 ഐറ്റം ആണെങ്കിലും ഇത് യൂസ് ഒരുമിച്ചാണ്. എവിടെ ബ്രെഡ് ഉണ്ടോ അവിടെ ബട്ടർ ഉണ്ട്, എവിടെ ബട്ടർ ഉണ്ടോ അവിടെ ബ്രെഡ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ബ്രെഡ് പോലെയല്ല. യൂറോപ്യൻസ് ബ്രെഡ് കഴിക്കുമ്പോൾ ദർ ഈസ് ഓൾവേസ് ബട്ടർ. അതിന് കൂടെ എന്തുകൂടി ഉണ്ടാവും? ബട്ടർ ഉണ്ടാവും. അപ്പൊ 2 ഐറ്റം ഉണ്ടെങ്കിലും ഇത് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആൻസർ ഈസാണ്. ഈസാണ് കറക്റ്റ് ആൻസർ. അടുത്തത് സ്ലോ, SLOW, സ്ലോ and steady, 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 dash the race, RACE, race. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്, ബ്രാക്കറ്റില് വിൻ, WIN, വിൻ, കോമ WINS, വിൻസ്. ഓക്കെ, ശ്രുതി ഏതാണ്? ശ്രുതിയുടെ ആൻസർ, ആര്യയുടെ ആൻസർ കണ്ടു. Nita, what is your answer? വിൻസ് ആണ്, വിൻസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വിൻസ് എന്ന് വരും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വിൻ വരും. ഇത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മലയാളത്തിൽ നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് പയ്യെത്തുന്ന പണിയെന്തിനാന്ന് പറയുന്നത്. അപ്പൊ ഇത് വിൻസ് ആണ്. വിൻസ് കറക്റ്റ് ആൻസർ ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ആണ്, വിൻസ്. അടുത്തത് the philosopher, the philosopher, 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 and the parliamentarian, PARLIAMEN TARIAN, parliamentarian dash great friends, dash great friends. Now only പറയാം. The philosopher and the parliamentarian dash the great friends. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ആറ് കുറിച്ചോ.
ഈസന്റെ ആറുണ്ട് പൂരിപ്പിച്ചോ. അനുശാന്തി ആറാണ്. സൗമ്യ ആറാണ്. ആര്യ ഈസാണ്. എന്തുകൊണ്ട് ആര്യ ഈസ് വെക്കാൻ കാരണം? ഇവിടെ നോക്കിയേ, ദ ഫിലോസഫർ തത്വചിന്തകൻ ആൻഡ് ദ പാർലമെന്റേറിയൻ പാർലമെന്റ് അംഗം രണ്ടുപേരായപ്പോ അപ്പൊ അവിടെ ഈസ് വരില്ല, ആറ് വരും. രണ്ടുപേരാകുമ്പോൾ പ്ലൂറലായി സബ്ജക്റ്റ്. അപ്പൊ അവിടെ എന്ത് വരും? ആറ് വരും. ആ അടുത്തത് ചോദ്യം ഇതാണ്. ഐദർ EITHER ഐദർ ജെയിംസ് J. Gabriel ഐദർ ജെയിംസ് or you dash either James or you dash the victim, VICTIM victim. ബ്രാക്കറ്റില് ഈസ് കോമ ആറ്. യെസ് സൗമ്യ ആറ് അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു നിയമമുണ്ട്. കറക്റ്റ് ആൻസർ ആറാണ്, കറക്റ്റ് ആണ്. എന്താ പറയാ, ഐദർ ഓർ എന്ന് പറയുന്ന പ്രയോഗത്തില് ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് വെച്ചിട്ട് വെർബ് ചേർക്കാവൂ. ഓറിന് ശേഷം വന്നേക്കണ എന്താണ്? യു അല്ലേ? യുവിന്റെ കൂടെ എന്ത് വരുള്ളൂ? ആറ് വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. യെസ്. അടുത്തത് നൈദർ NEITHER നൈദർ Paul Paul nor I nor I dash responsible. Neither Paul nor I dash responsible. Yes. By the answer is are is comma am are മൂന്നെണ്ണുണ്ട്. യെസ് am ആണ് കറക്റ്റ്. വെരി ഗുഡ് am ആണ്. അടുത്തത് neither the principal NEITHER neither the principal
nor neither the principal nor the teachers, neither the teachers, T-E-A-C-H-E-R, teachers, dash come here, dash come here. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ഹാവ് ഉണ്ട്. യെസ്, പൂരിപ്പിച്ചോളൂ. ഹാവ് ഉണ്ട്, ഐ ഹാവ് ആണ്, പിന്നെ മറ്റുള്ളവര് യെസ്, എല്ലാവരും ഹാവ് ആണല്ലോ. കറക്റ്റ് ആൻസർ ഹാവ് ആണ്. യെസ്, ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അടുത്തത് not only earth, EARTH, not only the earth, comma, but all the other planets not only the other planets dash around the sun. Not only the earth, but all the other planets dash around the sun. ബ്രാക്കറ്റില് ഗോന്നുണ്ട്, കോമ ഗോസ് ഉണ്ട്, GOES, ഗോ ആൻഡ് ഗോസ്. ഇഷ്ടമുള്ളത് ഫിൽ ചെയ്യാം. യെസ്, പൂരിപ്പിച്ചോളൂ. ഗോ ആണ് ഐഡിയ. യെസ്, സൗമ്യയും ഗോ ആണ്. ഗോ കറക്റ്റ് ആൻസർ ആണ്. ബട്ട് ആൾസോ കഴിഞ്ഞിട്ട് വരുന്നത് പ്ലൂറലാണ്, അപ്പൊ പ്ലൂറലില് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് മിസ്റ്റർ വള്ളുവൻ, VALLUVAN, Mr. Valluvan, as well as his wife, is a ഞാൻ എന്റെ ആൻസർ പറഞ്ഞു പോലെ മിസ്റ്റർ വള്ളുവൻ ആസ് വെൽ ആസ് ഹിസ് വൈഫ് ഡാഷ് എ വെജിറ്റേറിയൻ ആണ്. ഡാഷ് എ വെജിറ്റേറിയൻ. ബ്രാക്കറ്റിൽ ഈസിന്റെ ആറുണ്ട്. ബ്രാക്കറ്റില് ഈസിന്റെ ആറുണ്ട്. യെസ്, പൂരിപ്പിച്ചോളൂ. ഈസാണ്, ഞാൻ അറിയാനും പറഞ്ഞു പോവുകയും ചെയ്തത്. പിന്നെ വേറെ ഒന്നും പറയാം. ദ മൂൺ, MOON, മൂൺ, as well as
the stars, S-T-A-R-S, as well as the stars dash not to be dash not not to be seen, S-E-E-N, seen. The moon as well as the stars dash not to be seen. Bracket is in the Rishmi Mohan Arvanu. Arya Arvanu. Yes, Bangalore. Yes, ഇവിടെ കാര്യം ഓർത്തിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു either ഓറും neither ഓറും വരുമ്പോൾ ഓർ അല്ലെങ്കിൽ നോർ കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ആസ് വെൽ ആസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസ് വെൽ ആസിന് മുമ്പുള്ളതാണ് സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നോക്കി ദ മൂൺ ചന്ദ്രൻ, ആസ് വെൽ ആസ് ദ സ്റ്റാർസ് അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ. അപ്പൊ നക്ഷത്രങ്ങൾ എന്നുള്ളതിന് പ്ലൂറലാണ്. പക്ഷേ ആസ് വെൽ ആസിന് മുമ്പുള്ള വേർഡ് ഏതാണ്? ദി സൺ, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. യെസ്, വേറൊന്നും പറയാം. എഴുതിക്കോ. മൈ കാർ as well as a fridge dash a necessity NECE necessity these days, THESE, these days, DAYS. I repeat here, a car as well as a fridge dash a necessity these days. Bracket is in the argument. Is comma R. Ali is an yes. Isan Arana. Nidendana. Soumya. Anu? Yes. Okay, Soumya.
ചോദ്യം ഇതായിരുന്നു, എ കാർ ആസ് വെൽ ആസ് എ ഫ്രിഡ്ജ് ഡാഷ് എ നെസസിറ്റി ദീസ് ഡേയ്സ്. എ കാർ ആസ് വെൽ ആസ് എ ഫ്രിഡ്ജ് ഡാഷ് എ നെസസിറ്റി ദീസ് ഡേയ്സ്. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ, ഈസ് ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈസി. യെസ്, അടുത്തത്. മൈ സിസ്റ്റർ along with along with her two children, two children dash arrived, arrived. ഒന്നുകൂടി ഞാൻ പറയാം. മൈ സിസ്റ്റർ along with her two children dash arrived. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ്, ഹാവ്. സൗമ്യ ഹാവ് ആണ്. യെസ്, ഈ ബാക്കിയുള്ളവരുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നോക്കാവുന്നതുള്ളൂ. കേട്ടില്ലേ ചോദ്യം? ഒന്നുകൂടി പറയാം. മൈ സിസ്റ്റർ along with her two friends, her two children dash arrived. My sister along with her two children dash arrived. ബ്രാക്കറ്റിൽ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. പിന്നെ ഇത് ഹാവ് ആണ്. യെസ്, ബാക്കിയുള്ളവര് യെസ്. ഇതിന്റെ ചോദ്യത്തിന്റെ സബ്ജക്റ്റ് നോക്ക്. മൈ സിസ്റ്റർ, എന്റെ സഹോദരി, വിത്ത് എലോങ് വിത്ത്, അവളുടെ കൂടെ, ഹർ ടു ചിൽഡ്രൻ, രണ്ട് കുട്ടികൾ. അപ്പൊ അവളുടെ കൂടെ ഉള്ള സംഗതി മൈൻഡിന്റെ കാര്യം. എലോങ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടെ ഉള്ളതാണ്. കൂടെ ഉള്ളതല്ല, ആദ്യം പറയുന്നതാണ് സബ്ജക്റ്റിന്റെ പേര്. അവിടെ എന്താ ഉള്ളത്? മൈ സിസ്റ്റർ. അപ്പൊ മൈ സിസ്റ്റർ ആണ് സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ എന്താ വരുള്ളൂ? ഹാസാ വരുള്ളൂ. നമുക്ക് പെട്ടെന്ന് ടു ചിൽഡ്രൻ ഒക്കെ കാണുമ്പോൾ അവിടെ ഹാവ് ഉപയോഗിക്കും. മൈ സിസ്റ്റർ along with her two children has arrived. അടുത്തത്, the house with all furniture, FURNITUR, furniture dash being being sold, SOLD, sold. ഒന്നുകൂടി പറയാം. The house with all the furniture dash
being, B-E-I-N-G, being sold. Yes, bracket is in the art. Bracket is in the art. Yes. Soumya. Soumya Binoy. Karibu Patola. Isan. Soumya Redishne. Isan. Isan. Okay. Correct answer is Isan. Very good, very good, very good. Further. Very good. Every boy and every girl dash adventure, ADVENTUR. ഒന്നുകൂടി പറയാം. Every boy and every girl dash adventure. ബ്രാക്കറ്റില് ലവ് ഉണ്ട്, ലവ്സ് ഉണ്ട്. ലവ് ആൻഡ് കോമ ലവ്സ്, LOVES. സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ ലവ്സ് വരും, പ്ലൂറൽ ആണെങ്കിൽ ലവ് എന്ന് വരും. സൗമ്യ രതീഷ് ലവ് എന്ന് പറയുന്നു. ഓക്കെ, സൗമ്യ ബിനോയ് ലവ്സ് എന്ന് പറയുന്നു. യെസ്, ആര്യ ലവ് ആണ്. യെസ്, നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് പറയാം. നോക്കിയേ, എവരി എന്ന് പറയുന്ന വേർഡ് ആരംഭിക്കുന്നതിന് എല്ലാത്തിനും സിംഗുലർ ആയിട്ട് പരിഗണിക്കാവൂ. അപ്പൊ ഇവിടെ ലവ്സ് ആണ്. ലവ്സ്, LOVES, ലവ്സ്. അടുത്തത്, each of the ministers MINISTERS, each of the ministers dash promised, PRO MISED, promised dash promised to contribute, CONTRIBUTE, contribute 1 month's ONE1, MONTHS, 1 month's salary. Repeat here. Each of the ministers dash promised to contribute 1 month's salary. Yes. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്.
ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. പൂരിപ്പിച്ചോളൂ. ഹാവ്. സൗമ്യ ബിനോയ് ഹാവ് എന്ന് പറയുന്നു. ആര്യ സജീവ് ഹാസ് എന്ന് പറയുന്നു. യെസ്, അപ്പൊ രണ്ടുപേരും പറഞ്ഞു. ഇവിടെ നോക്കി, ഈച്ച്. ചോദ്യം എന്തായിരുന്നു? ഈച്ച് ഓഫ് ദ മിനിസ്റ്റേഴ്സ്. അപ്പൊ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലൂറലാണ്, മിനിസ്റ്റേഴ്സിലല്ലേ. പക്ഷെ മിനിസ്റ്റേഴ്സിലാണ്. ഈച്ച്, ഓരോ മിനിസ്റ്ററും, ഓരോ, ഒന്നാണ്. അപ്പൊ സിംഗുലർ ആണ് സബ്ജക്റ്റ്. അവിടെ ഈസ് ആണ്, അല്ല ഹാസ് ആണ് കറക്റ്റ്. ഹാസ്, ഹാസ്. അടുത്തത്, every one of us, every one of us, every one of us, every one of us, dash ready, dash ready to obey, obey, obey you, you. Every one of us dash ready to obey you. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ആറുണ്ട്. സൗമ്യ ബിനോയ് ആറ് ചേർത്തു. ആര്യ സജീവ് ആറ് ചേർത്തു. എസ്. ഇനി നോക്കിയേ, നേരത്തെ ഞാൻ പറഞ്ഞാണ് എവരി വൺ എന്ന് വന്നു കഴിഞ്ഞാല് സിംഗുലർ സബ്ജക്റ്റിനെ വരുള്ളൂ. കറക്റ്റ് ആൻസർ ഈസ് ആണ്. ഈസ് റെഡിയാണ്. ഈസ്. അടുത്തത്, neither of the players, NEITHER, neither of the players dash capable of, CAPABL, capable of winning, WINNING, winning the war, WAR, war. I will repeat the question. Neither of the players dash capable of winning the war എന്നുള്ള ഗെയിം, ഗെയിം, GAME, ഗെയിം, winning the game. യെസ്. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. യെസ്. നൈദർ വന്നു കഴിഞ്ഞ് കളിക്കാരിൽ ആരും തന്നെ എന്ന് പറയുമ്പോൾ ഈസ് വരുള്ളൂ. ഈസ്, ഈസ്, ഈസ്. യെസ്. അവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്.
ആ റിലേഷൻഷിപ്പിൽ എവരി, ഈച്ച് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിയത്. യെസ്, യെസ്. കഴിഞ്ഞ ദിവസത്തില് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ 2 ടി വേണമെന്ന് പറഞ്ഞു. 2 ടി. അപ്പൊ നിങ്ങള് ഷാറ്റർ, അറ്റാക്ക്, അങ്ങനെ 2 ടി വരുന്ന രീതിയിലാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒരു 1-2 ചോദ്യം കൂടി ബാലൻസ് നിൽക്കുന്നുണ്ട്. ആ 2 ചോദ്യം ഞാൻ ചോദിക്കാം. ലാസ്റ്റ് ഞാൻ ചോദിച്ചത് എ സിലിണ്ടറിക്കൽ പവർ സോഴ്സ്, അപ്പൊ നിങ്ങൾ ബാറ്ററി എന്ന് പറഞ്ഞു. അടുത്തത് 2 ടി വന്ന ആൻസറിലെ ചോദ്യം ഇതാണ്: ഷൈനി പൗഡർ, SHINY, ഷൈനി പൗഡർ. Yes, Lakshmi, you are right. Correct answer. Yes, Lakshmi മാത്രമുള്ള അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഗ്ലിറ്റർ ആണ്, ഗ്ലിറ്റർ. ഇനി അടുത്തത് എ പ്ലേസ് വെയർ clayware, CLAYWARE, clayware is made. A place where clayware is made. യെസ്, കളിമൺ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? യെസ്, ലക്ഷ്മി കറക്റ്റ് ആണ്. പോട്ടറി അല്ലെങ്കിൽ പോട്ടറീസ് കറക്റ്റ് ആൻസർ ആണ്. പോട്ടറി ഓർ പോട്ടറീസ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ കെ എന്നായിരിക്കണം. കെ, കിങ്. ചോദ്യം ഇതാണ്: to capture somebody by force, usually to get ransom. To capture somebody by force, usually to get ransom. To capture somebody by force, usually to get money എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. യെസ്, ആരും ആൻസർ പറയാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. The answer is kidnap. Answer is kidnap. K വെച്ചിട്ട് ആരംഭിക്കുന്നത് KIDNAP. Next question. A Japanese method of
self-defense using the hands, arms, and feet. Okay, correct answer. Lakshmi Mohan. Where are you living? Yes, karate. മറ്റേതൊരെണ്ണമുണ്ട് ഇത് കുംഫു. അത് ജപ്പാനീസ് അല്ല, നിത. കരാട്ടെ കറക്റ്റ് ആണ്. വേറൊരെണ്ണമുണ്ട് കുംഫു. അത് ജപ്പാനീസ് അല്ല, അത് ചൈനീസ് ആണ്. ചൈനീസ്. നമ്മൾ ചോദ്യത്തിൽ അതായിരുന്നു ജപ്പാനീസ് മെത്തേഡ് ഓഫ് സെൽഫ് ഡിഫെൻസ് യൂസിങ് ഹാൻഡ്സ്, ആംസ് ആൻഡ് ഫീറ്റ്. അത് കരാട്ടെ. അടുത്തത് a cutting instrument with long blade and a handle. A cutting instrument. Lakshmi Mohan. Yes. That's the correct answer. Knife. Katti. அடுத்தது a room where food is prepared and cooked. A room where food is prepared and cooked. Arya Lakshmi Mohan. Arya Sajeev alle. Arya. Correct answer ആണ്. That is kitchen. Soumya Radish. Nida. Soumya Buddha. Soumya Radish. Yes. Soumya Radish. രണ്ട് സൗമ്യ സൗമ്യ പറഞ്ഞോളൂ അല്ലേ? യെസ്. അപ്പൊ അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. കിച്ചൺ. അടുത്തത് a flightless bird. FLIGHTLESS. A flightless bird. Flightless bird. അതിന് വേറൊരു പേരുണ്ടല്ലോ. Yes, Rashmi. Correct answer. The answer is kiwi. Yes. അടുത്തത് a large animal that lives in Australia and hops. HOPs. Yes, Rashmi, correct answer. Soumya Radish uണ്ടല്ലേ? Yes. Correct answer. Correct answer. Answer is kangaroo. Kangaroo. അടുത്തത് a chess piece. Piece in the spelling PIECE piece. A chess piece shaped like a horse. A chess piece shaped like a horse. HORS. Okay, Lakshmi Mohan. Lakshmi മാത്രമേ ഉള്ളൂ അല്ലേ? Yes. The answer is
night, KNIGHT. അടുത്തത് a toy, TOY, made of light frame. A toy made of light frame covered with paper that helps it fly. A toy made of light frame covered with paper that helps it fly. Yes. കടപ്പുറത്തൊക്കെ കാണുന്ന സംഗതിയാണ് ചെല്ലുമ്പോ. A toy made of light frame covered with paper and it helps to fly. സംഗതി അത് തന്നെയാണ് ഐഡിയ. പക്ഷെ കൈറ്റ് എന്ന് പറയണം കേട്ടോ. കൈറ്റ് കെയിലല്ല ആരംഭിക്കണ്ടേ. KIT, കൈറ്റ്. ഓക്കെ, അതിന്റെ പരിഗണിച്ചിട്ടുണ്ട്. യെസ്. അടുത്തത് 1000 meter. 1000 meter. $1,000 meter. 1000 meter എത്രയാവുമെന്ന് പറഞ്ഞാൽ മതി. കെയിൽ വെച്ച് നോക്കുന്ന ഒരു വേടാവുന്നത്. യെസ് ലക്ഷ്മി. That turn into kilometer. Area. Yes. Correct answer ആണ് kilometer. Next question. A fury, FURRY, Australian animal that looks like a small bear. A fury, Australian animal that looks like a small bear. Yes, correct answer Lakshmi. അല്ല, കോലാബിയർ കേട്ടാ, കോലാബിയർ. അടുത്തത് a man who has been crowned ruler of a kingdom. A man who has been crowned, CROWND, crowned as the ruler of the kingdom. Yes. ആരുമില്ല അല്ലേ? ഓക്കെ ലക്ഷ്മി, കറക്റ്റ്. യെസ്. അപ്പോ ലിതയ്ക്ക് 1 point കിട്ടിയിട്ടുണ്ട്, ആര്യക്ക് 3 point കിട്ടിയിട്ടുണ്ട്, സൗമ്യക്ക് 2 point കിട്ടിയിട്ടുണ്ട്, ലക്ഷ്മിക്ക്
11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു സർ. Yes. Yeah.